എൽ.ഡി.എഫ് ഇത്തവണ ഹാട്രിക് അടിക്കുകയോ അല്ലെങ്കിൽ യു.ഡി.എഫ് ഭരണം തിരിച്ചു പിടിക്കുകയോ എന്നുള്ളതാണ് കേരള രാഷ്ട്രീയം ഇപ്പോൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. ബി.ജെ.പി അങ്ങനെ ഭരണം പിടിക്കാനുള്ള ഒരു സാഹചര്യം കേരളത്തിൽ ഇതുവരെ ഇല്ല. ഇനി വരും കാലങ്ങളിൽ ഉണ്ടാകുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയണം. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കൂടിപ്പോയാൽ 2 അല്ലെങ്കിൽ 3 സീറ്റ് മാത്രം കിട്ടാനുള്ള ഒരു സാഹചര്യമുള്ളൂ ബി.ജെ.പിക്ക്. അതിലൊന്ന് തന്നെ നേമമായിരിക്കാം, രണ്ടാമത് പാലക്കാടായിരിക്കാം, പിന്നെ മൂന്നാമത് വേണമെങ്കിൽ തിരുവനന്തപുരം ഭാഗത്തുള്ള ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ കിട്ടുമായിരിക്കാം. അത്രേ സാഹചര്യമുള്ളൂ. അപ്പോൾ ഏറ്റവും മത്സരം നടക്കാൻ പോകുന്നത് യു.ഡി.എഫ് ഭരണം തിരിച്ചു പിടിക്കുമോ എന്നുള്ളതാണ്, അല്ലെങ്കിൽ എൽ.ഡി.എഫ് ഭരണം തുടരുമോ എന്നുള്ളതാണ്. അപ്പോൾ ഈ വരുന്ന ഏപ്രിൽ 9-ാം തീയതിയാണ് ഇലക്ഷൻ നടക്കാൻ പോകുന്നത്. ഈ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങൾക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശമായിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ വോട്ടർ ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പോയി വോട്ട് ചെയ്യുക. നിങ്ങളുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തുക. അത് തീർച്ചയായിട്ടും രേഖപ്പെടുത്തി എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തണം. കാരണം നിങ്ങളുടെ വോട്ട് ഒരു നല്ല നാളേക്കായിട്ട് സംഭാവന നൽകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും നിങ്ങൾ വോട്ട് ചെയ്യാതെ ഇരിക്കരുത്. നിങ്ങൾ പോയി വോട്ട് ചെയ്യണം, നിങ്ങളുടെ അവകാശം രേഖപ്പെടുത്തണം. അപ്പോൾ ഇതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. പിന്നെ ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.